അപ്പം നമുക്ക് ഈ ലേസ് പാക്കറ്റ് വെച്ചിട്ടൊരു അടിപൊളി ട്രീ ഓർണമെൻറ്റ്സ് ചെയ്തെടുത്താലോ. ട്രീ ഓർണമെൻറ്റ്സ് എന്നൊക്കെ പറയാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ അത്ര തന്നെ. അപ്പം ആ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ പാക്കറ്റ് ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്യണം. നീറ്റായിട്ട് കട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന സാധനം തികയത്തില്ല കേട്ടോ. അപ്പം ഞാൻ അറഞ്ചും പറഞ്ഞ് കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പണി പറ്റി. അതുകൊണ്ട് അതൊന്ന് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകം ഒന്ന് വൃത്തിയായിട്ട് തൂത്തെടുക്കുക. എന്നിട്ട് ഈ സിൽവർ കളറിൽ കോട്ടിംഗ് ഉള്ളതില്ലേ, അതാണ് നമുക്ക് വേണ്ട മെയിൻ സാധനം. അപ്പം അതങ്ങോട്ട് എടുക്കുക. അതിലോട്ട് സ്പ്രേയുടെ ബോട്ടിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കുറച്ച് വട്ടം വരച്ച്, കുറച്ചധികം വട്ടം വേണം. എന്നിട്ട് അതിങ്ങനെ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സോഫ്റ്റ് പ്ലാസ്റ്റിക് ആട്ടോ. അപ്പോഴത്തേക്കിങ്ങനെ കട്ട് ചെയ്യാണ്ട് കത്രിക വെക്കുമ്പോഴേ ഞങ്ങൾ കട്ടായിപ്പോവും. അതുകൊണ്ട് സൂക്ഷിച്ച് കുറേ വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എഴുത്തുള്ള ഭാഗത്തായിട്ട് പശ തേച്ച്, ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതുപോലെ ഒട്ടിച്ച് രണ്ടായിട്ട് മടക്കി ഒട്ടിക്കുക. എന്നിട്ട് അത് ഫുള്ളിങ്ങനെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ പോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഈ പശയ്ക്ക് പകരം നിങ്ങൾക്ക് അധികം നല്ലത് ഗ്ലൂ ഗണ്ണാട്ടോ. അതൊന്ന് കുറച്ച് ലൈറ്റായിട്ടൊന്ന് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളൂ. എന്നിട്ട് അതിൻ്റെ ഓരോ അറ്റം ഉണ്ടല്ലോ, ആ അറ്റത്തായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡ് കളർ ഫോം ഷീറ്റാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ ഫോം ഷീറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസ സൈസ് കട്ട് ചെയ്യുക. ഇതുപോലെ അവിടെ ഇവിടെ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ട്രീയിലിടാൻ പറ്റിയൊരു അടിപൊളി ബോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈറ്റ് നമുക്ക് ഈ ലൈറ്റിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇതിങ്ങനെ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കിനും കുറച്ച് തിളങ്ങും. അപ്പോൾ അടിപൊളിയാട്ടോ. ആ സിൽവറും റെഡും ഒക്കെ കുറച്ച് തിളങ്ങുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.